വെൽക്കം ബാക്ക് ടു അവർ ഹെന്ന ഡിസൈനിങ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്പിളായിട്ടുള്ള കുറച്ച് ഗ്രിഡ്സ് ഡിസൈൻസ് നോക്കി. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഗ്രിഡ്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ 1 ലെയർ ആയിട്ടുള്ള ഗ്രിഡാണ് വരച്ചിരുന്നത്. ഇന്ന് നമുക്ക് 2 ലെയർ ഗ്രിഡ് വരച്ചിട്ട് തുടങ്ങാം. അങ്ങനെ 2 ലെയർ ആയിട്ടുള്ള കുറച്ച് വിട്ട് കൂടിയിട്ടുള്ള ഗ്രിഡ്സ് വരച്ചിട്ട് നമ്മൾ ഓരോ ലൈനിൻ്റെ ഇടയിൽ, ഓരോ പെട്ടി വരുന്നതിൻ്റെ വരേൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ചെറിയ ലൈന് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മളുടെ 2 ലൈൻ ഉണ്ടല്ലോ, ഗ്രിഡാക്കി ആദ്യം വരച്ച് ആ 2 ലൈൻ ഫുള്ള് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ബ്രൈഡൽ ഡിസൈൻസിലൊക്കെ കൂടുതലും കാണുന്ന ഒരു ഡിസൈനാണ്. അതിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു ഔട്ട്ലൈൻ പോലെ ഗ്രിഡ്സ് കൊടുക്കും ഡാർക്കൻ ചെയ്യാതെ. എന്നിട്ട് ഓരോ ലൈനിലും നമ്മൾ ഇതുപോലത്തെ വൈൻ ഉണ്ടല്ലോ, ഡോട്ട് വരച്ചിട്ട് കൊടുക്കുന്ന ആ വൈന് നമ്മൾ കൊടുക്കും. ഇങ്ങനെ ഡോട്ട് വരച്ചിട്ടും കൊടുക്കുക, അല്ലാതെ നമുക്കിങ്ങനെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് പിന്നെ ഡാർക്ക് ചെയ്ത് ലൈറ്റ് വരിക, അങ്ങനെ വരുന്ന രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും. പക്ഷേ ഇത് മാത്രമാകുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഫ്ലവർ കൊടുക്കാം, നമ്മളെ സ്പൈറൽ കൊടുക്കാം, റൗണ്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ഡോട്ട് കൊടുക്കുന്ന ഡിസൈനാണ്. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ ഇതുപോലെ ഗ്രിഡ്സ് നമ്മൾ എല്ലാത്തിലും വരക്കുന്ന പോലെ നോർമലി വരക്കും. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നോക്കിയതിന് പകരം ഇപ്പോൾ കുറേ പേര് ഈ ഒരു സംഭവമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രിഡ്സ് വരച്ചിട്ട് നടുവിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് മറ്റേതിൻ്റെ അത്ര ഭംഗിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ചെയ്യുന്നതാണ് അധികം ഇപ്പോൾ കാണല്. ട്യൂട്ടോറിയൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത് രണ്ട് വ്യത്യസ്ത ഡിസൈനാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കും.